ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയാണ് കേട്ടോ. അപ്പോൾ പലർക്കും പെറ്റൂണിയ പിടിച്ച് കിട്ടാത്തവരുണ്ട്. എത്രയെല്ലാം രീതിയിൽ നട്ടു നോക്കിയാലും പെറ്റൂണിയയിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ രീതി വരെ എങ്ങനെയാണ് എത്തുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ഭംഗിയാലേ പെറ്റൂണിയ ഇങ്ങനെ പൂത്തെളിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട്. നമ്മളൊരു 10 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 2 ഒക്കെ പിടിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. അപ്പം നമ്മൾ വെക്കുന്ന ഓരോ തൈകളും നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പെറ്റൂണിയുടെ തൈകൾ നമുക്ക് 50 രൂപ, 60 രൂപ, 70 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല വലിയ തൈകൾ തന്നെയാണ് കേട്ടോ. അത് തൈ എന്ന് പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മണ്ണ് കളഞ്ഞെടുത്തിട്ട് നമുക്ക് മണ്ണോട് കൂടി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇത് മണ്ണ് കളഞ്ഞെടുത്തിട്ട് വെക്കുന്ന രീതിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ചട്ടിയിലൊരു 3/4 ഭാഗത്തിന് മീതെ നമ്മൾ മണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ റീസൺ പറഞ്ഞാൽ പെറ്റൂണിയ നമ്മൾ ഏറ്റവും മണ്ണിലേക്ക് ഇറക്കി വെക്കരുത് കേട്ടോ. അങ്ങനെ ഇറക്കി വെക്കുമ്പോഴാണ് പെറ്റൂണിയ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ മണ്ണിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകിയിട്ട് നാശമായി പോകും. അപ്പോൾ നമ്മൾ പെറ്റൂണിയ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ വീട്ടിൽ കിട്ടുന്ന ഒരു പോളിത്തീൻ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ പെറ്റൂണിയയുടെ മേലക്കൂടെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെറ്റൂണിയ കിടക്കാൻ പാകത്തിന് വലിപ്പം ഉണ്ടായിരിക്കണം കേട്ടോ അതിൻ്റെ നമ്മൾ ഹോൾ ഇടുന്നതിന്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നിനുമല്ല, പെറ്റൂണിയുടെ ഇല യാതൊരു കാരണവശാലും മണ്ണിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മണ്ണിൽ ഇല കൊള്ളുമ്പോഴാണ് അത് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ വെച്ചിട്ട് നനഞ്ഞു വന്നിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ചെടി മൊത്തമായിട്ട് നാശമായി പോകുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം നനയ്ക്കുകയും വേണ്ട, നമുക്ക് ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം പെറ്റൂണിയയ്ക്ക് ഇഷ്ടമല്ല. ചെടി പിടിച്ച് നമ്മൾ ആദ്യം കാണിച്ച സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഓരോ തവണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇല ഏതെങ്കിലുമൊക്കെ മണ്ണിനകത്ത് പറ്റി കിടക്കുന്നുണ്ടോ എന്നുള്ളതേ. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ യാതൊരു പ്രശ്നം ചെടിക്കില്ല കേട്ടോ. യാതൊരു ഇലകളും ചെടിയുടെ അടിയിൽ മണ്ണിനകത്ത് കിടക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അങ്ങനെ വയ്ക്കുക, ഒരു 4-5 ദിവസം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ കവർ പൊക്കിയിട്ട് മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കവർ ഇട്ടത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ നനയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കൊരു 5 ദിവസം എത്തിയ ഒരു ചെടിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കവർ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ്. കാരണം ചെടി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇല ഇടയ്ക്കൊന്ന് മണ്ണിൽ തട്ടിയാലും കുഴപ്പം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലും പെറ്റൂണിയ നട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെ എല്ലാവരുടെ വീട്ടിലും പെറ്റൂണിയ പൂത്തൊലിഞ്ഞ് കിടക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പെറ്റൂണിയുടെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.